ആലോചിക്കണം, ചെറിയൊരു കാലഘട്ടമാണ്. ഒരൊട്ടകം ഈത്തപ്പനയോല ഒരാളിൻ്റെ തോട്ടത്തിൽ നിന്ന് തിന്നതിൻ്റെ പേരിൽ 40 കൊല്ലം യുദ്ധം ചെയ്ത ആളുകളായിരുന്നു അറബികൾ. കാരണം എന്താണെന്നറിയോ? ഒരൊട്ടകം മറ്റേ കുടുംബക്കാരൻ്റെ ഒരു ഈത്തപ്പനയുടെ നാമ്പ് പോയിട്ട് കടിച്ചു തിന്നു. ഒരു ഈത്തപ്പന ചിലപ്പോൾ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷേ അവിടെ തലയറുക്കപ്പെട്ട് യുദ്ധങ്ങളിൽ മരിച്ചു വീണത് 100 കണക്കിന് ആളുകളാണ്, ഒരൊറ്റ ഒട്ടകത്തിൻ്റെ പേരിൽ. ഈ ആളുകളെയാണ് യർമൂക്ക് യുദ്ധം നടക്കുമ്പോൾ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഷഹീദാവാൻ പോകുന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളവുമായി അരികത്തേക്ക് വരുമ്പോ വെള്ളം വേണോ എന്ന് ചോദിച്ചു വരുമ്പോ എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞപ്പോ ആ വെള്ളത്തിന്റെ ചഷകവുമായി മുമ്പിലേക്ക് വന്നപ്പോ തൊട്ടടുത്ത് ആരോ വിളിച്ചു പറയുന്നു, എനിക്ക് വെള്ളം തരൂ. മരണത്തിന്റെ വെപ്രാളം കേൾക്കുന്നു. ഒരു കപ്പ് വെള്ളമേ ഉള്ളൂ, ഇത് എനിക്ക് വേണ്ട, അവിടെ കൊടുത്തേക്ക്, ഞാൻ ദാഹിച്ചു മരിച്ചേക്കാം, പക്ഷെ എനിക്കിത് വേണ്ട, എൻ്റെ കൂട്ടുകാരന് കൊടുക്കേ. ആര് പറയാ? ആകെ ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ, അതെനിക്ക് വേണ്ട. ഇങ്ങനെ ഒരു ഒട്ടകത്തിന് വേണ്ടി തമ്മിൽ തല്ലിയ ആളുകളിൽ നിന്ന് വന്ന മാറ്റം നോക്കണം. ഉളുഹിയത്തിന്റെ ഇറച്ചിപ്പൊതി കിട്ടാഞ്ഞാൽ കച്ചറുണ്ടാക്കുന്ന മനുഷ്യന്മാരുണ്ട് അല്ലേ? ഒരു പൊതി കുറഞ്ഞാലും അയൽപക്കത്തെ വീട്ടിൽ കിട്ടിക്കോട്ടെ, എനിക്ക് വേണ്ട, അവരെ കഴിച്ചോട്ടെ എന്ന് പറയേണ്ടതിന് പകരം നമ്മൾ ബഹളം ഉണ്ടാക്കും. എൻ്റെ പൊതിയിൽ പുള്ളി എല്ലായിരുന്നു, ഇത് കൽപ്പിച്ചിട്ട് ചെയ്തതാണ്, നിന്നോട് പണ്ടേ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണം, എനിക്ക് എൻ്റേത് എന്ന് പറയുന്ന സ്വാർത്ഥതയിൽ ചിന്തിക്കുന്നൊരു ലോകത്ത് സക്കറാത്തിന്റെ നേരത്തെ വെള്ളമാണ്, എനിക്ക് വേണ്ട, അവിടെ കൊടുക്കീൻ. അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോൾ അടുത്ത ആള് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇയാൾ എനിക്ക് വേണ്ട, അവിടെ കൊടുത്തേക്കീൻ. 7 പേരിങ്ങനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. 7ാമത്തെ ആളിന്റെ അടുത്ത് നിന്നും അവർ മരിച്ചിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ആളുടെ അടുത്ത് നോക്കാം, അവരും ഷഹീദായിട്ടുണ്ട്. 7 പേരും ഷഹീദായി. ആ ഒരു ഗ്ലാസ് വെള്ളം ആരും കുടിച്ചില്ല. ഇത് ചരിത്രമാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു ആ കോപ്പ വെള്ളവും കയ്യിൽ പിടിച്ചിട്ടൊരു ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ ഇന്നഹും ലം യശ്റബൂ മിനദ് ദുനിയ, അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് വരാരും കുടിച്ചിട്ടില്ല റബ്ബേ, അല്ലാഹുമ്മ ഫസ്ഖിഹിം മിൻ ജന്നതിക്, നിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് കുടിപ്പിക്കണമേ എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. അവിടെ അവർ കുടിച്ചില്ല, അല്ലാഹുവേ നീ സ്വർഗ്ഗത്തിൽ നിന്ന് കുടിപ്പിക്കണം അവരെ. ഈ ഒരു മാറ്റം 23 കൊല്ലം കൊണ്ട് ചെറുതാണോ ഇത്? അൻസ്വാരികളും മുഹാജിറുകളും കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ജീവൻ പകുത്തു കൊടുക്കുന്ന പോലെ എൻ്റെ പകുതി സമ്പത്ത് നിങ്ങൾക്ക്, എൻ്റെ വീടിൻ്റെ പകുതി നിങ്ങൾക്ക്, തോട്ടത്തിൻ്റെ പകുതി നിങ്ങൾക്ക്, ഷെയർ വാല്യൂ ചോദിച്ചുകൊണ്ടല്ല, അത് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. അതൊരു വലിയ മാറ്റമായിരുന്നു. ഈ ഒരു മാറ്റം നബിതങ്ങൾ ചെയ്തത് മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് എവിടെ എന്ന് നിങ്ങൾ ചോദിക്കുകയാണല്ലേ? ഈ കാണുന്ന സംസ്കാരത്തിന്റെ ഈ മാറ്റം പോരെ? ഇതല്ലേ ഏറ്റവും വലിയ മുഅ്ജിസത്ത്? ഇതൊരു മുഅ്ജിസത്തല്ലേ? ഖുർആനുണ്ട്, നബിതങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ ഒരു ചിന്തയുടെ മാറ്റം, ആളുകളെ ദ്രോഹിക്കുന്ന കാലായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, മൈറ്റ് ഈസ് പവർ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കാല സംസ്കാരങ്ങളെ പറ്റി പറയുന്ന പോലെ അറേബ്യയിലും അത് തന്നെയായിരുന്നു സ്ഥിതി.